കൊടുംചൂടിന് ആശ്വാസമായി മഴയെത്തുമ്പോഴും കനത്ത ആശങ്കയിൽ ജീവിക്കുകയാണ് തലസ്ഥാനത്തെ ഗൗരീശപട്ടം നിവാസികൾ. മഴയൊന്ന് കനത്തു പെയ്താൽ തലസ്ഥാനം വെള്ളക്കെട്ടിൽ മുങ്ങുന്നത് പതിവാണെങ്കിലും ഇവിടുത്തെ സ്ഥിതി അല്പം ഗുരുതരമാണ്. ശക്തമായ മഴയിൽ ഉള്ളൂർ തോട് കരകവിഞ്ഞൊഴുകുന്നതോടെയാണ് ഗൗരീശപട്ടം റെസിഡൻസ് അസോസിയേഷന്റെ ഭാഗമായുള്ള കുഴിവയൽ ലെയ്ൻ, പനവിള, തൈക്കൂട്ടത്ത് തുടങ്ങിയ ഭാഗങ്ങളിൽ വെള്ളത്തിനടിയിലാകുന്നത്. ഭൂരിഭാഗം വീടുകളും പകുതിയോളം വെള്ളത്തിലാകും. കഴിഞ്ഞ വർഷത്തെ പോലെ ഇത്തവണയും ഗൗരീശപട്ടത്തെ വീടുകളിൽ വെള്ളം കയറുമെന്ന് ഉറപ്പുണ്ടായിട്ടും ഇറിഗേഷൻ ടൂറിസം കോർപ്പറേഷൻ തുടങ്ങി ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാം ഇതുവരെ അനങ്ങിയിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ ഒറ്റ രാത്രിയിലെ മഴയിൽ ഗൗരീശപട്ടം സ്വദേശിയായ ചന്ദ്രികയുടെ ഒറ്റമുറി വീട് പൂർണ്ണമായും മുങ്ങിയിരുന്നു. മുട്ടോളം വെള്ളത്തിൽ അയൽവാസികൾ രക്ഷയ്ക്കെത്തിയതാണ് ചന്ദ്രികയ്ക്ക് തുണയായത്. എന്നാൽ വെള്ളമിറങ്ങി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉടുതുണി പോലും വെള്ളത്തിൽ ഒലിച്ചുപോയ അവസ്ഥയിലായിരുന്നു. ഗൗരീശപട്ടം കുഴിവയൽ, കോസ്മോ, മുറിഞ്ഞപാലം, തേക്കുമൂട് പ്രദേശത്തെ 1000-ഓളം വീടുകളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. ഒരു രാത്രി മുഴുവൻ തോരാതെ മഴ പെയ്താൽ പിറ്റേന്ന് മൊത്തം വീടുകളിലും വെള്ളം കയറുന്നതാണ് ഇവിടുത്തെ സ്ഥിതി. മഴ പെയ്താൽ രാത്രി ഉണർന്നിരിക്കേണ്ട ഗതികേടിലാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. തുടരെ തലസ്ഥാന നഗരം വെള്ളത്തിൽ മുങ്ങിയതോടെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ മന്ത്രിമാർ ചേർന്ന് ഒരു കർമ്മ പദ്ധതി തയ്യാറാക്കിയിരുന്നു. ചെളിവാരി ആഴം കൂട്ടും, പാർശ്വഭിത്തികളും കെട്ടും എന്നിങ്ങനെ ഉറപ്പുകൾ നൽകിയിരുന്നെങ്കിലും അതെല്ലാം പാഴായി. വീടുകളിൽ വെള്ളം കയറുന്നത് തടയാൻ തോടിന് പാർശ്വഭിത്തി കെട്ടുന്നതിനുള്ള ജോലികൾ ആരംഭിച്ചെങ്കിലും വേനൽ മഴ എത്തിയതോടെ ഇനിയത് മുന്നോട്ടു പോകില്ലെന്ന ആശങ്കയിലാണ് ഗൗരീശപട്ടത്തെ നിരവധി കുടുംബങ്ങൾ. വെള്ളക്കെട്ടിന് പ്രധാന കാരണമായി ആമേഴഞ്ചാൻ തോടിന്റെ ഒഴുക്ക് തടസ്സപ്പെടുത്തി നിർമ്മിച്ച നെല്ലിക്കുഴി പാലത്തിന്റെ ഉയരം കൂട്ടിയെങ്കിലും മഴക്കാലപൂർവ്വ ശുചീകരണം കാര്യമായി നടക്കാത്തത് ജനങ്ങളിൽ വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. വേനൽ മഴ കനത്തതോടെ തോട്ടിലെ വെള്ളം ഉയരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് പല കുടുംബങ്ങളും. കഴിഞ്ഞ വർഷം പെയ്ത കനത്ത മഴയിൽ ഗൗരീശപട്ടം മുങ്ങിയപ്പോൾ പല വീട്ടുകാർക്കും ലക്ഷങ്ങളുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ഒപ്പം വെള്ളം കയറിയതിന് പിന്നാലെ വീടുകളിൽ അടിഞ്ഞുകൂടിയ ചെളി മൂലമുണ്ടായ രോഗങ്ങളും ഇന്ന് ഗൗരീശപട്ടം നിവാസികൾ ആശങ്കയായി തുടരുന്നുണ്ട്. പല വീടുകളും ഇതിനകം തന്നെ ഇടിഞ്ഞ നിലയിലുമാണ്. തുടർച്ചയായി പെയ്ത മഴയിൽ വീട്ടുപകരണങ്ങൾക്കും നഷ്ടം സംഭവിച്ചതോടെ ചിലർ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷ നേടാൻ വർഷങ്ങളായി താമസിച്ചു വന്ന വീടുപേക്ഷിച്ച് വാടകയ്ക്ക് മറ്റു സ്ഥലങ്ങളിലേക്ക് താമസം മാറ്റിക്കഴിഞ്ഞു. ഇനിയും മഴ പെയ്താൽ കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ലെന്ന് പറഞ്ഞവർ പെൺമക്കളെയും കിടപ്പ് രോഗികളെയും കൊണ്ട് എങ്ങോട്ട് പോകണമെന്നാണ് ചോദിക്കുന്നത്. റോഡുകളിൽ വെള്ളം കയറി യാത്രകൾ തടസ്സപ്പെടുന്നതിലും ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് പറയാൻ കാരണങ്ങളുണ്ട്. കയറിയ വെള്ളത്തിന് തിരികെ ഇറങ്ങിപ്പോകാൻ ഓടയോ മറ്റു സൗകര്യങ്ങളോ അധികൃതർ സജ്ജീകരിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആരോപണം. കഴിഞ്ഞ 2 ദിവസം പെയ്ത മഴയിൽ തന്നെ പ്രധാന റോഡിൽ വെള്ളം കെട്ടിക്കഴിഞ്ഞു. ഇനി അതുവഴി യാത്ര ചെയ്യണമെങ്കിൽ ചെളിവെള്ളത്തിൽ ഇറങ്ങാതെ പറ്റില്ല. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവുമെല്ലാം പടർന്നു പിടിക്കുന്ന ഈ സമയത്ത് വീടുകളിലും റോഡുകളിലും മലിനജലം കയറുന്നതും കെട്ടിക്കിടക്കുന്നതും കുട്ടികളെയും പ്രായമായവരെയും ഒരുപോലെ ബാധിക്കുമെന്ന ആശങ്കയും പലരും പങ്കുവയ്ക്കുന്നുണ്ട്. മഴ പെയ്ത് മലിനജലം കയറിക്കഴിഞ്ഞാൽ പിന്നെ ശുദ്ധജലക്ഷാമമാണ് ഗൗരീശപട്ടത്തെ നാട്ടുകാർ അനുഭവിക്കേണ്ടി വരുന്നതെന്ന് മറ്റൊരു പ്രധാന വെല്ലുവിളി കൂടിയുണ്ട്. കുടിവെള്ളവും ആഹാരവും പുറത്തുനിന്ന് വാങ്ങുകയോ എത്തിച്ചു നൽകുകയോ അല്ലാതെ മറ്റു വഴികളുമില്ല. ഇത്തവണയും സ്ഥിതി ഇതുതന്നെയാണെന്നാണ് ഗൗരീശപട്ടത്തെ ജനങ്ങൾ പറയുന്നത്. വേനൽ മഴ കനത്തപ്പോൾ ആമേഴഞ്ചാൻ ഉൾപ്പെടെയുള്ള തോടുകളിലെ വെള്ളം ഉയർന്നു കഴിഞ്ഞു. ഇനി കാലവർഷം കൂടിയെത്തുമ്പോൾ സ്ഥിതി കൂടുതൽ ദുരിതത്തിലാകും. അതോടെ എപ്പോഴാണ് വീടുകളിൽ വെള്ളം കയറുന്നതെന്ന ആശങ്കയോടെ രാത്രി ഉണർന്നിരിക്കേണ്ട ഗതികേടിലാണ് ഗൗരീശപട്ടത്തെ ജനങ്ങൾ.